കാസർഗോഡ് 1 വീക്ക് മുമ്പ് തന്നെ പെരുന്നാളിന്റെ ഒരുക്കം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം പലതരം പലഹാരങ്ങളാണ് ഇവിടെ പെരുന്നാളിന് വേണ്ടി ഒരുക്കുന്നത്. ഇതിനെ കാസർഗോഡ് പറയുന്നത് പെരുന്നാളിന്റെ അപ്പം എന്നാണേ. അതിൽ ഈ കാണുന്നുണ്ടല്ലോ ഈ പപ്പടം പോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്, ഇതിനെ പറയുന്നത് ബാട്ട് പത്തൽ എന്നാണ്. പത്തൽ എന്ന് പറഞ്ഞാൽ പത്തിരി എന്നാണ് കാസർഗോഡ് പറയാറ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അരി അരച്ച് അതിലോട്ട് എള്ളും തേങ്ങയും മിക്സ് ചെയ്ത് പത്തിരി പ്രസ് ചെയ്ത് ഈ പപ്പടത്തിന്റെ ഷേപ്പിലാക്കി എടുക്കും. എന്നിട്ട് ഇതിനെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പലഹാരം കിട്ടും. ഇതാണ് ബാട്ടുപത്തൽ. അടുത്ത പലഹാരം എന്താന്ന് വെച്ചാല് കൊട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഒരു അടപ്പെടുത്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കും. അതായത് ഇതിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ കാഷ്യൂവിന്റെ ഷേപ്പ്. കൊട്ട എന്ന് പറഞ്ഞാൽ കാഷ്യൂ. അതുകൊണ്ടാണ് കാസർഗോഡ് ഈ ഒരു പലഹാരത്തിന് കൊട്ടയപ്പം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്നത് മൈദ, പഞ്ചസാര, ഗീ ഒക്കെ വെച്ചിട്ടാണ്. ആദ്യം ഞാൻ അടപ്പ് ഉപയോഗിച്ച് ഈ ഷേപ്പിലാക്കി എടുത്തെങ്കിലും എന്റെ മടി കാരണം ഞാൻ കത്തി കൊണ്ടൊക്കെ മുറിച്ചിട്ട് പിന്നെ ഷേപ്പില്ലാത്തൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അവസാനം ഇത് എണ്ണയിൽ കോരിങ്ങനെ എടുക്കും. അതാണ് കൊട്ടയപ്പം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന പലഹാരത്തിന്റെ പേര് കടലപ്പം എന്നാണ്. അതായത് ഈ കടല നന്നായിട്ട് ക്ലീൻ ചെയ്ത് ദോശമാവ് പോലുള്ള മാവ്, ഈ മാവില് മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മാവില് കടല മിക്സ് ചെയ്ത് ആ മാവ് എണ്ണയിൽ ഒഴിച്ച് വറുത്തെടുക്കുന്നതാണ് കടലപ്പം. ഇതേ പലഹാരം കപ്പലണ്ടി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കടലയ്ക്ക് പകരം കപ്പലണ്ടി ഉപയോഗിക്കുന്നതെന്ന് മാത്രമാണ്. അടുത്ത പലഹാരം എന്താന്ന് വെച്ചാൽ പൊരിയപ്പാണ്. തേങ്ങയും പൊരിയും ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുണ്ടാക്കും. ആ കൂട്ടിങ്ങനെ ബോളിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് അത് മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ് പൊരിയപ്പം. വളരെ ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ്. ഇതുകൂടാതെ കുറേ പലഹാരങ്ങളുണ്ട് കാസർഗോഡ് പെരുന്നാളിന്. പക്ഷെ നമ്മള് ഇത്രേ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബായ്.